ഭാവബിംബമൊരു സത്യരൂപന ദേവമഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയിലും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കുടുംബ സദസ്സ് സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ കുടുംബനാഥൻ ബാബു പണ്ടാരിക്കൽ അവരുടെ നമ്മുടെ ആദരണീയ പ്രസിഡന്റ് കൂടിയായ ബാബു പണ്ടാരിക്കലെ ക്ഷണിച്ചു. എഴുതിയിരിക്കുന്ന നമ്മുടെ കുടുംബ സദസ്സിൻ്റെ പ്രസിഡന്റ് പ്രകാശേട്ടൻ, സെക്രട്ടറി, നമ്മളെല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന ഒന്ന്, നമ്മുടെ ശാഖാ സെക്രട്ടറി, നമ്മുടെ പ്രിയങ്കരൻ ഷായിച്ചേട്ടൻ, നമ്മൾക്കൊരു ഇന്നൊരു നല്ലൊരു പ്രഭാഷണം തരാനായി നമ്മളുടെ ശാഖാ കമ്മിറ്റി അംഗമായ മുരളി, എൻ്റെ മുന്നിലുള്ള എല്ലാ ശ്രീനാരായണക്കും എൻ്റെ ഉയർന്നതിന് സ്വാഗതം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ പ്ലസ് ടുവിലൊക്കെ പഠിച്ചവർക്ക് A+ നേടി കൊടുക്കും, കൂടുതൽ മാർക്ക് പഠിച്ചു കൊടുക്കും, നമ്മൾ മെമ്മറിൻ്റെ കൊടുക്കുന്നുണ്ട്. കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയാം. നിങ്ങൾ വന്നിരുന്നു എന്തെങ്കിലുമൊക്കെ അവിടെ ഇല്ല അല്ലേ? എന്താ പറയാനുള്ളതിൽ നമ്മൾ പഠിക്കുമ്പോൾ പഠിപ്പ് സൂപ്പറായിരിക്കും. നല്ലോണം പഠിക്കണം. നല്ലോണം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി വേണം, ക്വാണ്ടിറ്റി വേണ്ട. എല്ലാവരും പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് സൂപ്പറായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മളുടെ ആ പേര് ഇവിടെ നമ്മുടെ ശാഖയുടെയോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയോ നമ്മുടെ ഈ ഒരുമിച്ചൊരു പേര് കിട്ടാൻ രീതിയിൽ പഠിക്കണം. അതിനെന്ത് ചെയ്യണം? അത് നിങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾക്കിനി പഠിച്ച് അങ്ങനെ മാർക്ക് മേടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുള്ള എത്ര പഠിക്കുന്നത്? ഇപ്പം 10ആണോ? +2. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം കിട്ടി. 8 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കും. ഇനി നമുക്കൊരു അനുശോചന യോഗമാണ്. ഒരു അനുശോചനം രേഖപ്പെടുത്താനുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് തൻ്റേതായ സംഭാവനകൾ നൽകിയ ഇരുനാലക്കുടയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കല്ലിങ്ങപ്പുറം നാരായണേട്ടൻ നമ്മളോട് ഇന്നലെ ഇവിടെ വാങ്ങി. അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുശോചന സന്ദേശം ശീല വായിക്കുന്നതായിരിക്കും. എല്ലാവരും 1 മിനിറ്റ്. അനുശോചിക്കുന്നു. തികച്ചും മാതൃകാപരമായ ഒരു ജീവിതമാണ് ശ്രീനാരായണൻ നയിച്ചിരുന്നത്. ദീർഘകാലത്തെ പ്രവാസി ജീവിതം കൊണ്ടും തുടർന്നുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം ആർജിച്ച സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു വിഹിതം എന്നും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കായി അദ്ദേഹം നീക്കിവെച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മഹത്വത്തിന്റെ പ്രതീകമായി സ്വാതിനികേതൻ വിദ്യാലയം പ്രസക്തിയോടെ നിറയുന്നു. അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണകൾക്ക് മുന്നിൽ ആദരവ്. ആദരണീയ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ശാഖാ പ്രസിഡന്റ് ആദരണീയായ ശ്രീ ബാബു പണ്ടാരിക്കൽ, ശാഖയുടെ സെക്രട്ടറി ഷാജി തറയിൽ, ശാഖയിലെ മറ്റു കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ഭാരവാഹികൾ, കുടുംബത്തിന്റെ ഭാരവാഹികൾ, കൂടാതെ ഇന്നോട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ശ്രീനാരായണീയ കുടുംബാംഗങ്ങൾക്കും
എൻ്റെ നമസ്കാരം. അവസ്ഥ നല്ലതെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അവസ്ഥ മോശമായാൽ ബന്ധുക്കളും ഉണ്ടാവില്ല, സുഹൃത്തുക്കളും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഗുരു ഒട്ടേറെ സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ അത് ഒരിക്കലും നശിച്ചു പോകാതെ കാലാകാലങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങളാണ് ഗുരു തന്നു വെച്ച് പോയിട്ടുള്ളത്. അതിൻ്റെ പിന്തുടർച്ചക്കാരായി നമുക്ക് തുടരാൻ കഴിയുന്നത് നമ്മളുടെ ഒരു വലിയ ഭാഗ്യം തന്നെ എന്ന് എല്ലാവരും കരുതണം. ഉദ്ഘാടനം ചെയ്യുന്നത് ശാഖാ സെക്രട്ടറി ശ്രീ ഷാജി തറയിലാണ്. വേദിയിലിരിക്കുന്ന നമ്മുടെ ഗുരുകൃപ കുടുംബസംഘത്തിൻ്റെ അധ്യക്ഷൻ പ്രകാശേട്ടൻ, പ്രസിഡന്റ് സെക്രട്ടറി പ്രവീൺ എന്ന് പറഞ്ഞ നമ്മുടെ ഓമനപ്പേരുള്ള ഉണ്ണി, പിന്നെ അതേ നമ്മുടെ ഒളിഞ്ഞു കേൾക്കുന്ന വൈസ് പ്രസിഡന്റ് ഗീത. പിന്നെ ഇന്ന് ഒരു പ്രത്യേക മനസ്സിന് സന്തോഷമുണ്ട്. നമ്മുടെ ഭാവി തലമുറേനെ കാണാൻ പറ്റില്ലല്ലോ. അത് ദീപ സാധനങ്ങളുള്ളതിൻ്റെ പേരിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ഇനി എല്ലാ കുടുംബ സദസ്സിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ സത്യമാണ്. വരും, എല്ലാവരും വരും. നമുക്ക് പ്രൈസ് വെക്കാൻ എന്തെങ്കിലും കുട്ടികൾക്ക് ആരാണ് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അവർക്ക് ഇടുകൊണ്ട് അപ്പോഴും കുട്ടികൾ പങ്കെടുക്കുമല്ലോ. നിങ്ങളെ പോലെ ഉള്ളവരൊക്കെ ഒളിഞ്ഞിരുന്നാല് ഞങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ പ്രായമില്ലാണ് മക്കളെ. നിങ്ങളൊക്കെ വരണ്ടേ? ഇതെന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കണത് എന്നറിയണ്ടേ? ഞങ്ങള് ഇവരെ പോലെ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ആദരണീയ പ്രസിഡന്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിർത്തിയില്ല. അതിനിടയ്ക്ക് വഴിത്തിട്ട് പോയി. നമ്മുടെ നെടുന്തൂണായ ശാഖര കമ്മിറ്റി അംഗങ്ങള് പിന്നെ നിന്നിരിക്കുന്നുണ്ട്. പിന്നെ ആദരണീയായ രുക്മിണിയേച്ചി, മണിച്ചേച്ചി, ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കൂട്ടായ സംഘമാണ് ഇതിൻ്റെ. അപ്പൊ ഞാനൊക്കെ ഇതിലിപ്പോ ശിശുവാണ്, ഇവരൊക്കെ ഗുരുക്കന്മാരാണ്. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കായാലും കുട്ടികൾക്കായാലും സംഘടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആദ്യം നിങ്ങളുടെ കരിയർ ഉണ്ടാക്കുക. കരിയർ ഇപ്പോ പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, കരിയർ എങ്ങനെ ഉണ്ടാക്കാം. പല സാഹചര്യത്തിലാണ് വളരുന്നത്. പലർക്കും അച്ഛനമ്മമാരുടെ അമിതമായ സപ്പോർട്ട് കിട്ടും. പലർക്കും സാഹചര്യങ്ങളോട് ഒരുപാട് പടവെട്ടി പൊരുതി സ്വയം വഴിവെട്ടി ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പ്രത്യേകം അവരെ കണ്ടുപിടിച്ച് അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളൊരു ചുമതല കൂടി നമ്മുടെ ഈ കുടുംബ സദസ്സിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ കുടുംബ സദസ്സുകളിലൊക്കെ നമ്മുടെ അശോക് ബാബു എന്നും പറയാറുണ്ടായിരുന്നു, ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ പേര് കൊടുത്താൽ അതിന് വേണ്ട രീതിയിലുള്ള ചെയ്യുക, അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിക്കാനൊക്കെ പലരും പറഞ്ഞിരുന്നു. അത് നടന്നില്ല, എന്നിട്ട് വേറെ ആർക്ക് കൊടുത്തു പോയിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട്. അശോക് ബാബു ആയാലും പ്രകാശൻ ചേട്ടനായാലും ഷാജിയൊക്കെ ആയാലും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്താൻ പറ്റും. ഞാനിതൊന്ന് പറയാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന കൈലാസനാഥന് ഇംഗ്ലീഷിൽ 4 മാർക്കിനാണ് അവന് ഉള്ളത്. എന്നാൽ ഇംഗ്ലീഷാണെങ്കിൽ അവൻ്റെ ഭാവി പഠനത്തിന് അതിന് വലിയ പ്രസക്തിയില്ല. കാരണം അവൻ സബ്ജക്റ്റിലെല്ലാം നോൺ ക്രീമി ലെയർ നീറ്റിനായാലും കീമിനായാലും അപേക്ഷിക്കാൻ 2 വില്ലേജ് ഓഫീസുകളും പിന്നെ ഒരു താലൂക്ക് ഓഫീസും പോയിട്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതുപോലെ കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്ത് ഉറപ്പായിട്ടുണ്ട്. അവനോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു അവനോട്. അപ്പോൾ അവന് സൈലത്തിൽ ചോദിക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ അവനെ നേരിട്ടുള്ള ഒരു ക്ലാസ്സിൽ ചേർത്താൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വിജയികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങളും ആശംസകളും നേരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ അതിഥിയായിട്ടുള്ള മുരളിയും പിന്നെ ശ്രീ ശാന്തി.
വേദിയിലിരിക്കുന്ന മഹാത്മാക്കള്, സദസ്സിലിരിക്കുന്ന എൻ്റെ അനിയത്തിമാര്, അനിയന്മാര്, ചേട്ടന്മാര്, എൻ്റെ പ്രായം കൂടിയ ആൾക്കാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അതിൻ്റെ പേരില്ല, കുട്ടികളാണോടാട്ടോ എൻ്റെ ചോദ്യമുള്ളൂ. ബാക്കി ആരും വിഷമിക്കേണ്ട, ആരോടും ചോദിക്കില്ല. എനിക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട് പ്രസിഡന്റിൻ്റെ ആയിരുന്നു, ആൾക്കാരോട് ചോദിക്കരുത്. പക്ഷെ കുട്ടികളോട് ചോദിക്കും. കുട്ടികൾ അത് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലേ? ശരിയല്ലേ? പറ്റില്ല, അറിയില്ല എങ്ങനെ അറിയില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല, എനിക്ക് പറ്റില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ച് തരും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പിന്നെ പറയുന്ന വാദ്യം എന്താണെന്നറിയോ? ഞാൻ കരുതി വെച്ചിരിക്കുന്നത് നീ ചോദിക്കുന്നത് വരെ എന്നാണ്. ഞാൻ കരുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ പറയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ഗുരുദേവൻ പറയാണെന്ന് വിചാരിച്ചോളൂ. ഗുരുദേവൻ പറയാണ് സ്വപ്നത്തിൽ വന്നിട്ട്, നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. ഞാൻ കരുതി വെച്ചിരിക്കുന്നത് നീ ചോദിക്കുന്നത് വരെ. എന്താ അതിൻ്റെ അർത്ഥം? എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ചോദിക്കാൻ പറ്റാവുന്നതിനേക്കാളൊക്കെ ഉപരി ഒരു സാധനം അദ്ദേഹം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ആണോ അല്ലയോ? ഗുരു നമ്മൾ ഏതൊക്കെ ചോദിച്ചാലും എന്തൊക്കെ ചോദിച്ചാലും അവസാനം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഗുരു, എനിക്കിതൊക്കെ കിട്ടി, നല്ല കുടുംബം ഉണ്ടായി, ഇതൊക്കെ കിട്ടി എനിക്ക്, പക്ഷെ എനിക്ക് സമാധാനം ഇല്ലല്ലോ എന്ന് ചോദിക്കും, ശാന്തി ഇല്ലല്ലോ. ഈ നമ്മൾ ശക്തമായി ഇവരുടെ പിന്നാലെ പോവുക തന്നെ വേണം. ആരുടെ പിന്നാലെ പോകണം? നമ്മളെ സംബന്ധിച്ച് ഗുരുദേവന്റെ പിന്നാലെ പോവുക തന്നെ വേണം. വിടാതെ പിടിക്കണം, ഗുരുവിനെ വിടാതെ പിടിക്കണം. ഗുരു കൃപ കുടുംബ സദസ്സിന് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്നലെ നമുക്ക് മഴ കിട്ടിയില്ല. ഇന്നും ഗുരുവിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അന്നെല്ലാം മഴ ഒഴിഞ്ഞു തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവിൻ്റെ കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവും. ശാഖ പ്രസിഡന്റ് ബാബുചാട്ടിന്റെ കുടുംബത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. ഇന്ന് എല്ലാവരുടെയും കുടുംബ സദസ്സ് നടത്താന്നൊക്കെ വിചാരിച്ച് വലിയ മഴയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, അപ്പൊ ബാബുചാട്ടൻ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലായിക്കോട്ടെ. അപ്പൊ അത് കാരണം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് മഴയൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായി. ഞങ്ങളെല്ലാവരും ഇവിടെ വരാൻ പറഞ്ഞ് ഏറ്റവും അധികം ശാഖയിൽ നിന്നൊക്കെ ആൾക്കാരാണ് വന്നേക്കണം, നമ്മുടെ കുടുംബ സദസ്സിലെ ആൾക്കാരെക്കാട്ട് പോകുന്നു. അപ്പൊ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ പേരും ഗുരുവിന്റെ പേരും എല്ലാവർക്കും നന്ദി. അഴകുന്നു നുള്ളുവാൻ അറിയാതെ പിടയും വിരലിന്റെ തുമ്പുകൾ അതുമതി മൃദുഭാരം അവിടൊരു പുതിയ ലഹരിയോ അറിയാതെ മനസ്സറിയാതെ വിളിച്ചിതം വിതറി പൊടിമുറക്കിതറും
പാട്ടരുവി പറയാ